സിന്ധു നദീജല കരാർ എന്ന മര്യാദയുടെ പുസ്തകം ഇന്ത്യ മടക്കി വെക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ജമ്മു കശ്മീരിലെ സാവൽകോട്ട് പദ്ധതി. പാകിസ്ഥാന്റെ സാമ്പത്തിക നട്ടലൊടിക്കുന്ന ഇന്ത്യയുടെ നയതന്ത്ര വിപ്ലവമാണിത്. ഇന്ത്യയുടെ നീക്കം ഇത്ര വിനാശകരമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാ. ചെനാബ് നദിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ ജീവനാഡി. സാവൽകോട്ട് അണക്കെട്ട് വരുന്നതോടെ ഈ നദിയിലെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള മാസ്റ്റർ കീ ഇന്ത്യയുടെ പക്കലായിരിക്കും. പിന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും മാരകമായ തിരിച്ചടിയാണിത്. തോക്കുകൾക്ക് പകരം തണ്ണീർ ആയുധമാക്കുന്ന യുദ്ധതന്ത്രം. 1960 സിന്ധു നദീജല കരാറിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടെ തന്നെ പാകിസ്ഥാനെ എങ്ങനെയൊക്കെ സമ്മർദ്ദത്തിലാക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. ഇതിന്റെ ശേഷി 1856 മെഗാവാട്ടാണ്, 2 ഘട്ടങ്ങളിലായിട്ട്. ചിലവ് 5129 കോടി രൂപ. പിന്നെ തന്ത്രപരമായ സ്ഥാനം ഉധംപൂർ സവാൻ മേഖലയാണ്. കൂടാതെ പക്കൽദുൽ, റാറ്റിൽ തുടങ്ങിയവയ്ക്കൊപ്പം സാവൽകോട്ട് കൂടി ചേരുമ്പോൾ ചെനാബ് നദി ഇന്ത്യയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ഇനി സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാന്റെ ദാഹം മാറ്റാനല്ല, മറിച്ച് അവരുടെ ധിക്കാരത്തിലുള്ള മറുപടിയായിട്ടാണ് ഒഴുകുക. ഇന്ത്യ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ? അതെ, പക്ഷേ അത് വെടിയുണ്ടകൾ കൊണ്ടുള്ള യുദ്ധമല്ല, വെള്ളം കൊണ്ടുള്ള പോരാട്ടമാണ്. പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ ഭാരതം ആ വിസ്മയ പദ്ധതിക്ക് ജീവൻ നൽകുന്നു. സാവൽകോട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വെറും ഒരു അണക്കെട്ടല്ല, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ വീണ്ടും തകർക്കാനുള്ള ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ. എന്താണ് സാവൽകോട്ട്? എന്തുകൊണ്ട് പാകിസ്ഥാൻ ഈ പേര് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നു? കാണാം. ജമ്മു കാശ്മീരിലെ മലനിരകൾക്കിടയിൽ ചെനാബ് നദിക്ക് കുറുകെ ഇന്ത്യ ഉയർത്താൻ പോകുന്നത് ഒരു മഹാവിസ്മയമാണ്. 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സാവൽകോട്ട് പദ്ധതി ഇതിനോടകം തന്നെ NHPC ആഗോള ടെൻഡറുകൾ വിളിച്ചു കഴിഞ്ഞു. 5129 കോടി രൂപ മുടക്കി ഇന്ത്യ ഈ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ അത് കേവലം വൈദ്യുതിക്ക് വേണ്ടിയല്ല, മറിച്ച് ശത്രുരാജ്യത്തിന്റെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയാണ്. ഭാരതത്തിൽ നിന്നും ഒഴുകി വരുന്ന ചെനാബ് നദിയിലെ വെള്ളം കൊണ്ടാണ് പാകിസ്ഥാനിലെ 90% കൃഷിയിടങ്ങളും പച്ച പിടിക്കുന്നത്. അവരുടെ ഗോതമ്പും നെല്ലും വിളയുന്നത് നമ്മുടെ നദിയിലെ കനിവിലാണ്. എന്നാൽ ഈ ഒരു കനിവ് പ്രതീക്ഷിക്കേണ്ട. സാവൽകോട്ട് അണക്കെട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ചെനാബ് നദിയിലെ വെള്ളം എപ്പോൾ വിടണം, എപ്പോൾ തടയണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ ആയിരിക്കും. ഒരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ ഇന്ത്യക്ക് ഒരൊറ്റ സ്വിച്ച് അമർത്താൽ മതി. പാകിസ്ഥാനിലെ കോടിക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കരിഞ്ഞുണങ്ങും. അവരുടെ സാമ്പത്തിക വ്യവസ്ഥ വീണ്ടും ചീട്ടുകൊട്ടാരം പോലെ തകരും. 1960 മുതൽ ഇന്ത്യ പിന്തുടരുന്ന ഉദാര മനസ്കത ഇനി ഉണ്ടാവില്ല എന്ന് സാരം. സിന്ധു നദീജല കരാറിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കാൻ ഇന്ത്യ പഠിച്ചു കഴിഞ്ഞു. പക്കൽദുൽ, ദീരു, റാറ്റിൽ, ക്വാർ എന്നീ പദ്ധതികൾ പിന്നാലെ ഇതാ സാവൽകോട്ടും യാഥാർത്ഥ്യമാവുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ കശ്മീർ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാറും. അതേസമയം പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കോപ്പ് കുത്തുകയും ചെയ്യും. ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണിത്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു. അത് ഇവിടെ പ്രാവർത്തികമാവുകയാണ് എന്ന് സാരം.